ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തോടെ എൻഡിഎ അധികാരത്തിലേക്ക്. ബിജെപി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകുമെന്ന് സൂചന. കേരളത്തിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ആരംഭിച്ചു. സനാഥ ബാല്യം സംരക്ഷിത ബാല്യം എന്ന പ്രമേയവുമായി ഇന്ന് ശിശുദിനം ആഘോഷിക്കുന്നു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹി ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന 44ാമത് അന്താരാഷ്ട്ര വ്യാപാരമേളയിലെ കേരള പവലിയൻ ഇന്ന് പ്രവർത്തനമാരംഭിക്കും. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് പരമ്പരയ്ക്ക് കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ തുടക്കം. വാർത്തകൾ വിശദമായി. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻഡിഎ വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേക്ക്. 3/2 ഭൂരിപക്ഷത്തോടെ എൻഡിഎ അധികാര തുടർച്ച ഉറപ്പാക്കി. 243 അംഗ നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ എൻഡിഎ 4/3 ഭൂരിപക്ഷത്തിലേക്ക് മുന്നേറുകയാണ്. ബിജെപി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകുമെന്നാണ് സൂചന. എൻഡിഎ 190 നിയമസഭാ മണ്ഡലങ്ങളിൽ മുന്നിലാണ്. മഹാസഖ്യം 49 മണ്ഡലങ്ങളിൽ ലീഡ് നേടി. എൻഡിഎയിൽ ബിജെപി 85 സീറ്റിലും ജെഡിയു 77 സീറ്റിലും എൽജെപി 23 സീറ്റിലും എച്ച്എഎം 4 സീറ്റിലും ആർഎൽഎം 1 സീറ്റിലും മുന്നിലാണ്. മഹാസഖ്യത്തിൽ ആർജെഡി 36 സീറ്റിലും കോൺഗ്രസ് 6 സീറ്റിലും മുന്നിലെത്തി. ഉപമുഖ്യമന്ത്രിമാരും ബിജെപി സ്ഥാനാർത്ഥികളുമായ വിജയ് കുമാർ സിൻഹയും സാമ്രാജ് ചൌധരിയും ലീഡ് ചെയ്യുന്നു. അലിനഗർ സീറ്റിൽ ബിജെപിയുടെ മൈഥിലി താക്കൂർ മുന്നിലാണ്. അതേസമയം സിവാനിൽ മുതിർന്ന ബിജെപി നേതാവ് മംഗൾ പാണ്ഡെ പിന്നിലാണ്. രാഘോപൂരിൽ ആർജെഡിയുടെ തേജസ്വി പ്രസാദ് യാദവ് മുന്നിലാണ്. ഗയ ടൌണിൽ മുതിർന്ന ബിജെപി നേതാവ് പ്രേംകുമാർ മുന്നിൽ നിൽക്കുന്നു. കേരളത്തിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം തുടങ്ങി. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജ്ഞാപനം പുറപ്പെടുവിച്ചതിനെ തുടർന്ന് വരണാധികാരികൾ തെരഞ്ഞെടുപ്പ് നോട്ടീസ് പരസ്യപ്പെടുത്തി. മുന്നണികൾ സ്ഥാനാർത്ഥി നിർണയം ഏറെക്കുറെ പൂർത്തിയാക്കി കഴിഞ്ഞ സാഹചര്യത്തിൽ പ്രചാരണത്തിന്റെ ആവേശം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. വീടുകൾ തോറും കയറിയിറങ്ങി വോട്ടർമാരെ നേരിൽ കാണാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ. പത്രികാ സമർപ്പണം ഈ മാസം 21 ഉച്ചകഴിഞ്ഞ് 3 മണിവരെയാണ്. സ്ഥാനാർത്ഥി ആ തദ്ദേശ സ്ഥാപനത്തിലെ ഏതെങ്കിലും വാർഡിലെ വോട്ടറായിരിക്കണം. നാമനിർദ്ദേശം ചെയ്യുന്ന വ്യക്തി അതേ വാർഡിലെ വോട്ടറായിരിക്കണം. ഒരു സ്ഥാനാർത്ഥിക്ക് 3 സെറ്റ് പത്രിക സമർപ്പിക്കാം. ഓരോ ബാല്യവും വിലപ്പെട്ടതാണെന്നും ജനാധിപത്യ മതേതര ബോധമുള്ള പൌരന്മാരായാണ് കുട്ടികൾ വളരേണ്ടതെന്നും മന്ത്രി വീണ ജോർജ്. സംസ്ഥാന ശിശുക്ഷേമ സമിതി സംഘടിപ്പിച്ച ശിശുദിനാഘോഷ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. വൈവിധ്യങ്ങളാണ് നമ്മുടെ നാടിന്റെ മനോഹാരിതയെന്ന് ശിശുദിന റാലിയെ അഭിനന്ദിച്ചുകൊണ്ട് മന്ത്രി പറഞ്ഞു. തിരുവനന്തപുരത്ത് നടന്ന വർണ്ണാഭമായ ശിശുദിന റാലിയിൽ കുട്ടികൾ അണിനിരന്നു. സനാഥ ബാല്യം സംരക്ഷിത ബാല്യം എന്നതാണ് ഇത്തവണത്തെ ശിശുദിനത്തിന്റെ സന്ദേശം. ദിനാചരണത്തോട് അനുബന്ധിച്ച് നടന്ന സമ്മേളനം കുട്ടികളുടെ പ്രധാനമന്ത്രി തിരുവനന്തപുരം മണക്കാട് ടിടിഐയിലെ ദുർഗ ജിഷ്ണു ഉദ്ഘാടനം ചെയ്തു. ബാലവേലയില്ലാത്ത, അനാഥത്വമില്ലാത്ത, വിശപ്പിന്റെയും ഇല്ലായ്മയുടെയും ഇരകളാകാത്തവരായി ഭാരതത്തിലെ കുഞ്ഞുങ്ങൾ വളരുകയും വേണം. അവരുടെ ക്ഷേമവും വികസനവും ഉറപ്പാക്കുന്നതിൽ കേരളം കൈവരിച്ച നേട്ടങ്ങൾ ഇന്ത്യക്ക് തന്നെ മാതൃകയാണ്. ഒരു ജനതയെന്നാൽ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളലാണ്. അത് നമ്മുടെ സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കുന്നു. ഈ ശിശുദിനത്തിന്റെ സന്ദേശം തന്നെ സനാഥ ബാല്യം സംരക്ഷിത ബാല്യം എന്നാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മവാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. 1889 നവംബർ 14 അലഹബാദിലാണ് പണ്ഡിറ്റ് നെഹ്റു ജനിച്ചത്. ജവഹർലാൽ നെഹ്റുവിന്റെ സമാധി സ്ഥലമായ ന്യൂഡൽഹിയിലെ ശാന്തിവനത്തിൽ കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, മുതിർന്ന നേതാക്കളായ സോണിയാഗാന്ധി, കെ.സി. വേണുഗോപാൽ തുടങ്ങിയവർ പുഷ്പാർച്ചന നടത്തി. സംസ്ഥാനത്ത് നിയമസഭാ സമുച്ചയത്തിൽ സ്ഥാപിച്ചിട്ടുള്ള നെഹ്റു പ്രതിമയിൽ നിയമസഭാ സെക്രട്ടറി പുഷ്പാർച്ചന നടത്തി. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമായ നവംബർ 14 രാജ്യത്ത് ശിശുദിനമായാണ് ആഘോഷിക്കുന്നത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി കേരളത്തിൽ ഇതുവരെ 1,74,00,000 വോട്ടർമാർക്ക് എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്തു. ഇതോടെ 62.5% വോട്ടർമാരുടെ കൈകളിൽ ഫോം എത്തിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ലക്ഷദ്വീപിൽ 100% വോട്ടർമാർക്കും ഫോം കൈമാറി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
ഓൺലൈൻ വേണമെങ്കിൽ നമുക്ക് ഇമെയിൽ ഒക്കെ ഉണ്ട്. എല്ലാ ജില്ലയിൽ ഒരു ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. അവിടെ വേണമെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള പ്രാവശ്യങ്ങൾ അവിടെ വേണമെങ്കിൽ നേരിട്ട് ബന്ധപ്പെടാം. ഇപ്പോൾ നമ്മുടെ ഓവർസീസ് എലക്ടേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു കോൾ സെന്റർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഇമെയിൽ അവർക്ക് വേണ്ടിയിട്ട് തന്നെ പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഇമെയിൽ കൂടി നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ബൂത്ത് ലെവൽ ഓഫീസേഴ്സ് പകല് താങ്കൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കൂട്ടായ്മ പ്രവർത്തനം നമുക്ക് തുടരണം. ഇതിലെ എല്ലാവരുടെയും ഒരു സഹായം സഹകരണം നമ്മൾ അഭ്യർത്ഥിക്കുന്നു. തിരുവനന്തപുരത്തെ പ്രശസ്തമായ വെട്ടുകാട് മാദ്രെ ദേ ദേവൂസ് ദേവാലയത്തിലെ തിരുനാളിന് ഇന്ന് കൊടിയേറും. തിരുനാളിനോടനുബന്ധിച്ച് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. വെട്ടുകാട് തിരുനാളിന് തുടക്കം കുറിച്ചുകൊണ്ട് ഇന്ന് വൈകുന്നേരം 4:30 നടക്കുന്ന പൊന്തിഫിക്കൽ ദിവ്യബലിക്ക് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത സഹായമെത്രാൻ ഡോക്ടർ ആർ ക്രിസ്തുദാസ് മുഖ്യ കാർമ്മികനാകും. ഇടവക വികാരി ഡോക്ടർ YM എഡിസൺ തിരുനാളിന് കൊടിയേറ്റും. തിരുനാളിന് സമാപനം കുറിച്ചുകൊണ്ട് 23 വൈകുന്നേരം പള്ളിയങ്കണത്തിൽ നടക്കുന്ന പൊന്തിഫിക്കൽ ദിവ്യബലിക്ക് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ മുഖ്യ കാർമ്മികത്വം വഹിക്കും. 28 വൈകുന്നേരം ഇടവക വികാരി കൊടിയിറക്ക് ചടങ്ങ് നടത്തും. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് മുന്നോടിയായി കേരളത്തിലെ എംപിമാരുടെ യോഗം ഈ മാസം 27 ചേരും. തിരുവനന്തപുരത്ത് മാസ്കറ്റ് ഹോട്ടലിൽ രാവിലെ 10:30 യോഗം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. ന്യൂഡൽഹി ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന 44ാമത് അന്താരാഷ്ട്ര വ്യാപാരമേളയിലെ കേരള പവലിയൻ ഇന്ന് പ്രവർത്തനം ആരംഭിക്കും. ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ മാസം 27 വരെ നടക്കുന്ന മേള. വിവിധ വകുപ്പുകളുടെ സ്റ്റാളുകൾക്ക് പുറമെ കേരളത്തിന്റെ രുചി വൈവിധ്യമൊരുക്കി കുടുംബശ്രീയും സാഫും ഭക്ഷണശാലകളും ഒരുക്കിയിട്ടുണ്ട്. വയനാട് സർക്കാർ മെഡിക്കൽ കോളേജിൽ ആദ്യമായി അതിസങ്കീർണമായ ആർത്രോസ്കോപ്പിക് റൊട്ടേറ്റർ കഫ് റിപ്പയർ വിജയകരമായി നടത്തി. ഹൃദ്രോഗി കൂടിയായ 63-കാരനാണ് സ്വകാര്യ മേഖലയിൽ ഏകദേശം 3 ലക്ഷത്തിലധികം രൂപ ചെലവ് വരുന്ന ശസ്ത്രക്രിയ കാരുണ്യ ബെനവലന്റ് ഫണ്ട് മുഖേന സൌജന്യമായി നടത്തിയത്. ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ മുഴുവൻ ആരോഗ്യ പ്രവർത്തകരെയും മന്ത്രി വീണ ജോർജ് അഭിനന്ദിച്ചു. ഓർത്തോപീഡിക്സ് യൂണിറ്റ് മേധാവി ഡോക്ടർ രാജു കറുപ്പലിന്റെ നേതൃത്വത്തിലാണ് രോഗിയുടെ തോളിൽ ശസ്ത്രക്രിയ നടത്തിയത്. പാലക്കാട് കൽപ്പാത്തിയിൽ 1ാം തേരുത്സവ ദിനമായ ഇന്ന് രഥപ്രയാണങ്ങൾക്ക് തുടക്കമായി. 3 നാളത്തെ ദേവരഥ പ്രദക്ഷിണങ്ങൾക്ക് ശേഷം ഞായറാഴ്ച വൈകിട്ട് ദേവരഥ സംഗമം നടക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിൽ രാവിലെ പൂജകൾക്കും കല്യാണ ഉത്സവത്തിനും ശേഷമാണ് രഥാരോഹണം നടന്നത്. പുതിയ കൽപ്പാത്തി ഗ്രാമത്തിലൂടെ ഗ്രാമവാസികൾ കുറച്ചുദൂരം തേര് വലിച്ച് നിർത്തി. വൈകിട്ട് രഥപ്രദക്ഷിണം പുനരാരംഭിക്കും. 2ാം തേരുത്സവ ദിനമായ നാളെ മന്തക്കര മഹാഗണപതി ക്ഷേത്രത്തിലെ ദേവരഥം കൂടി പ്രദക്ഷിണ വഴിയിൽ ഇറങ്ങും. ഞായറാഴ്ച പഴയ കൽപ്പാത്തി ചാത്തപുരം ക്ഷേത്രങ്ങളിലെ രഥങ്ങളും പ്രയാണം ആരംഭിക്കും. ഈ രഥങ്ങൾ എല്ലാം ഞായറാഴ്ച വൈകിട്ട് തേരുമുട്ടിയിൽ സംഗമിക്കുന്നതോടെയാണ് കൽപ്പാത്തി രഥോത്സവം അതിന്റെ പൂർണ്ണ നിറവിൽ എത്തുക. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി 2025 ഡിസംബർ 12 മുതൽ 19 വരെ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന 30ാമത് IFFKയുടെ മീഡിയ സെല്ലിൽ പ്രവർത്തിക്കുന്നതിന് ജേർണലിസം മാസ് കമ്മ്യൂണിക്കേഷൻ വിദ്യാർത്ഥികളിൽ നിന്നും കോഴ്സ് പൂർത്തിയാക്കിയവരിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചു. പ്രായപരിധി 28 വയസ്സ്. അപേക്ഷകൾ നവംബർ 20-നകം CIFRA@ചലച്ചിത്ര-അക്കാദമി.org എന്ന വിലാസത്തിൽ ലഭിക്കണം. അഭിരുചി പരീക്ഷയുടെ അടിസ്ഥാനത്തിലായിരിക്കും മീഡിയ സെല്ലിലേക്ക് തെരഞ്ഞെടുക്കുക. ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായ ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് പരമ്പരയ്ക്ക് തുടക്കം. ടോസ് നേടിയ ദക്ഷിണാഫ്രിക്ക ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിലാണ് മത്സരം. ഒടുവിൽ വിവരം കിട്ടുമ്പോൾ ദക്ഷിണാഫ്രിക്ക 4 വിക്കറ്റിന് 119 റൺസ് എന്ന നിലയിലാണ്. ദക്ഷിണാഫ്രിക്കൻ ഓപ്പണർമാരെ പേസർ ജസ്പ്രീത് ബുംറ പുറത്താക്കി. ചാമ്പ്യൻസ് ബോട്ട് ലീഗ് 5ാം സീസണിലെ അടുത്ത മത്സരം നാളെ ആലപ്പുഴ ചെങ്ങന്നൂരിൽ നടക്കും. പാണ്ടനാട് പഞ്ചായത്തിലെ മിത്രമടം പാലത്തിന് സമീപമുള്ള നെട്ടയത്താണ് മത്സരം. ഉച്ചയ്ക്ക് 2:30 മുതൽ നടക്കുന്ന മത്സരത്തിൽ 9 ചുണ്ടൻ വള്ളങ്ങൾ പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തോടെ NDA അധികാരത്തിലേക്ക്. BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകുമെന്ന് സൂചന. കേരളത്തിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ആരംഭിച്ചു. സനാഥ ബാല്യം സംരക്ഷിത ബാല്യം എന്ന പ്രമേയവുമായി ഇന്ന് ശിശുദിനം ആഘോഷിക്കുന്നു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹി ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന 44ാമത് അന്താരാഷ്ട്ര വ്യാപാരമേളയിലെ കേരള പവലിയൻ ഇന്ന് പ്രവർത്തനം ആരംഭിക്കും. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് പരമ്പരയ്ക്ക് കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ തുടക്കം.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.